പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും കരയറ്റുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാനെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളും സകല മനുഷ്യരോടും സമാധാനം ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ ആ പ്രാപിക്കുന്നതിനെക്കുറിച്ച് മാത്രം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അങ്ങ് സെൽഫ് അബ്സോർബ്ഡായി പോകുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. മറ്റുള്ളവരെ അങ്ങ് മറക്കും. സ്വന്തം കാര്യം സിന്ദാബാദെന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് കേട്ടില്ലേ. മറ്റുള്ളവരുടെ പ്രോബ്ലംസും ഈ ബ്രേക്ക് ത്രൂ ഒക്കെ എന്നാന്നുള്ളതൊക്കെ അങ്ങ് മറന്നു പോകും. ചിലർ അവരുടെ സന്തോഷം, അവർക്ക് അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഒരു വിടുതൽ നമ്മോട് അവർ ഷെയർ ചെയ്യുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ കുഞ്ഞെ, നിൻ്റെ റെസ്പോൺസ് അവരോട് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ നീയും വെയിറ്റ് ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും. നീയും പ്രാർത്ഥിച്ചിട്ട് നീയും അതിനൊരു നല്ല മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരിക്കും. ഉദാഹരണത്തിന്, ആ ഫ്രണ്ട് എൻഗേജ്ഡ് ആവുക. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റും കാണിക്കാതെ, ഇൻട്രസ്റ്റിൻ്റെ ഒരു സൈനും കാണിക്കാതെ അവരോട് റെസ്പോണ്ട് ചെയ്താൽ എങ്ങനെയിരിക്കും? നിൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കും അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്? നിൻ്റെ വായിൽ കൂടെ, നിൻ്റെ ലിപ്സിൽ കൂടെ ഒരു വാക്കും വരത്തില്ല എന്നുണ്ടോ? ദൈവം നിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം എങ്ങനെ നിൻ്റെ ഹൃദയത്തെ അപ്പോൾ കാണുന്നത്? നിൻ്റെ ഹൃദയം എങ്ങനെയാണ് അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. ചിലപ്പോൾ നിനക്ക് ജലസി വന്നു എന്നിരിക്കാം. ചിലപ്പോൾ നീ ഇതൊന്നും കെയർ ചെയ്യുന്നില്ല. എനിക്കിതൊന്നും സന്തോഷിക്കാൻ പറ്റത്തില്ല. ചില ബിറ്റർനെസ്സൊക്കെ വന്ന് നിന്നെ മൂടാം. ഞാൻ പറയട്ടെ, സന്തോഷിക്കുന്നവരോട് സന്തോഷിപ്പാനാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിജോയ്സ് വിത്ത് അതേഴ്സ് ഇൻ ദ വെയിറ്റിംഗ് സീസൺ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഷെയർ ദ പെയിൻ ആൻഡ് ബേർഡൻ ഓഫ് ദോസ് ഹേർട്ടിങ്. പറ്റുമോ? നമ്മുടെ സിറ്റുവേഷൻ, അവരുടെ സംഗതിയെ കഴിഞ്ഞും കഷ്ടത്തിലാണ് എൻ്റെ സംഗതി പോകുന്നത്, പിന്നെ അങ്ങനെ ഞാൻ അവരുടെ ദുഃഖത്തെ, അവരുടെ സോറയെ മാറ്റാൻ എന്നെക്കൊണ്ട് കഴിയുന്നത്? ഞാൻ പറയട്ടെ, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അവരോടൊന്ന് ജെന്യുവിനായിട്ട് എമ്പതൈസ് ചെയ്യാൻ നിനക്ക് പറ്റുന്നുണ്ടോ? അതോ നീ നിൻ്റെ കാര്യം മാത്രം ഓർത്ത്, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് നീ സെൽഫ് പിറ്റിയിൽ ആയിപ്പോകാറുണ്ടോ? നമ്മൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ നോക്കുമ്പോൾ നമുക്ക് ശൂന്യംകാരത്തി സ്ത്രീയെക്കുറിച്ച് അവിടെ കാണാം. അവളുടെ ജനറോസിറ്റിയും ഹോസ്പിറ്റാലിറ്റിയും പേരുകെട്ടത്. തൻ്റെ വീടിൻ്റെ മുമ്പിൽ നടന്നു പോകുന്ന പ്രവാചകനെ കണ്ടപ്പോൾ അവൻ ദൈവപുരുഷനാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഡിസേണിങ് പവർ അവൾക്കുണ്ടായിരുന്നു. അവന് അവിടെ താമസിപ്പിക്കാനുള്ള മുറിയെല്ലാം ഒരുക്കി, സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അവൾക്കൊരാവശ്യമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ, അതായത് അവൾക്ക് മക്കളില്ലായിരുന്നു. പക്ഷേ അവൾ സെൽഫ് പിറ്റിയിൽ അങ്ങ് നിമഗ്നയായൊന്നും പോയില്ല. ആരെയെങ്കിലും സഹായിപ്പാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി അവൾ ഏറ്റെടുക്കുമായിരുന്നു. അങ്ങനെ അവളുടെ ജനറോസിറ്റി, ആ ഹോസ്പിറ്റാലിറ്റിയൊക്കെ കണ്ട എലീശ അവളോട് കരുണ കാണിപ്പാൻ ആഗ്രഹിച്ചു. അവളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവൾക്കൊരു റിവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അവളുടെ ഹസ്ബൻഡ് വയസ്സനാണ്, അവർക്ക് മക്കളില്ല. സ്റ്റിൽ she gave birth to her child within a year of the prophecy. ആ പ്രവചനം കിട്ടിയതിൻ്റെ
അടുത്ത വർഷം ഈ സമയം നീ ഒരു മകനെ അണയ്ക്കുമെന്ന് പറഞ്ഞ ആ പ്രോഫസി അവളുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയായി. കുഞ്ഞെ, നിൻ്റെ ഡെസ്റ്റിനിയെ സഹായിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ചിലപ്പോൾ നീ ചിലരെ സഹായിച്ചില്ലെങ്കിൽ മിസ്സിങ് ആയി പോവുക. ആ കണക്ഷൻ അങ്ങ് മിസ്സിങ് ആയി പോവുക. മനസ്സിലായോ? ഇവിടെ ഏലീശായെ അവൾ സൽക്കരിച്ചില്ലായിരുന്നെങ്കിൽ ഏലീശായെക്കൊണ്ട് അവൾക്ക് കിട്ടേണ്ട പ്രോഫസി, മകനുണ്ടാകും എന്നുള്ള പ്രോഫസി, അതവൾക്ക് ലഭിക്കാതെ പോയേനെ അല്ലേ? അതുകൊണ്ട് നിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാതെ മറ്റുള്ളവരുടെയൊക്കെ ആവശ്യങ്ങളെ ഒന്ന് കാണുവാനും കരുതുവാനും അവരെയും മറന്നു പോകാതെ ക്രിസ്തീയ ജീവിതത്തിൽ ഓർക്കുവാനും ഒക്കെ ഇടയാകണം. നമ്മളെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണേ. സോ യുവർ ഹെൽപ്പ് മൈറ്റ് ബി ദ കീ ടു യുവർ ആൻസർ. നീ ഒരാളെ സഹായിക്കുന്നത് നിൻ്റെ വലിയൊരു പ്രാർത്ഥനാ വിഷയത്തിന് നീ ഒരു വിടുതൽ പ്രാപിച്ചെടുക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ അസിസ്റ്റ് ചെയ്യുന്നതിൽ നാം ശകലം പോലും മടി കാണിക്കുന്നവരായി തീരരുത്. പ്രൈസ് ഗോഡ്. പെർമനൻ്റായിട്ടുള്ള മിറക്കിൾസ് നമ്മുടെ ദൈവം തരും. ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ച എന്നാൽ പിന്നീട് വാഗ്ദത്തങ്ങൾ ഉറച്ച് വിശ്വസിച്ച് നന്മ അനുഭവിച്ച സന്തോഷം അനുഭവിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ഒരു മിസ്കാരേജ് ഉണ്ടായി. വലിയ ദുഃഖമായിരുന്നു. എന്നാലും പ്രത്യാശയോടെ അവർ മുന്നോട്ട് പോയി. അവർ വെയിറ്റ് ചെയ്യാനും ഇതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തിട്ട് ദൈവത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈമിൽ ദൈവം ഒരു കുഞ്ഞിനെ തരുമെന്ന് അവർ വിശ്വസിച്ചു. 6 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഗ്നൻ്റായി. സ്കാൻ റിപ്പോർട്ടൊക്കെ വളരെ നോർമലായിരുന്നു. നല്ലതായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ 12ാമത്തെ ആഴ്ച അവർ വേറൊരു മിസ്കാരേജ് ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഒത്തിരി അവർ ഇമോഷണലി ഡ്രെയിൻഡായിപ്പോയി. ഒത്തിരി കൺഫ്യൂസിങ് ആയി തീർന്നു. എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ഓർത്തു. അവർ ഫേസ് ചെയ്യുന്ന സംഗതിയൊന്നും നല്ലതായി കാണുവാൻ അവർ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അവർ അൺപ്രിപ്പയർഡായിരുന്നു. നമുക്കും അറിയാവുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ആ സെക്കൻഡ് മിസ്കാരേജ് ഉണ്ടായത്. വേദന കുറച്ച് ആഴത്തിൽ തന്നെ ഉള്ളതായിരുന്നു. പക്ഷേ യെരമ്യാവ് 29:11 അവരെ മുറുകെ പിടിച്ചു. അവരെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് മാത്രമുള്ളതാണെന്ന് അവർ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോയി. ആദ്യത്തെ നഷ്ടം വന്നു, രണ്ടാമത്തെ നഷ്ടം വന്നു. അപ്പോൾ ഈ സ്ട്രഗിളെല്ലാം തീർന്നെന്ന് വിചാരിച്ചു. മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തി എല്ലാം നോർമലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രഗ്നൻ്റായി. അതും 3rd മിസ്കാരേജായിട്ട് അങ്ങ് പോയി. ഭയം അവരിൽ വളർന്നു. ഇമോഷണൽ ടോള് അതികഠിനമായിട്ട് തീർന്നു. പക്ഷേ അവരപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചു. പ്രാർത്ഥന തുടർന്നു. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ അവർ വിശ്വാസം അർപ്പിച്ചു. അവൻ്റെ വണ്ടർ വർക്കിംഗ് പവർ, മിറക്കിൾ വർക്കിംഗ് പവർ, അതിൽ അവർ ആശ്രയിച്ചു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്തെല്ലാം പെയിൻ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ നന്മ അവരെ വിട്ടു മാറിയില്ല. നമ്മുടെ ദൈവം നുണ പറയുന്ന ദൈവമല്ല. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. നാം എന്ത് ചെയ്യണം? നാം ആ സത്യത്തെ നാം അങ്ങ് മുറുകെ പിടിച്ചോണം. പിന്നീടാണ് 4th പ്രഗ്നൻസി വന്നത്. അതിനകത്തും അവർക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ 12 ആഴ്ചകൾ മുന്നോട്ട് പോയി. 2nd ട്രൈമിസ്റ്റർ വന്നു, 3rd ട്രൈമിസ്റ്റർ വന്നു. ഓരോ സ്റ്റേജിലും ദൈവം അവരെ പരിപാലിച്ചു. അറ്റ് ലാസ്റ്റ് അത്ഭുതം തന്നെ സംഭവിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതിൽ അവർക്ക് വലിയ സന്തോഷമാണ്. സദൃശ്യവാക്യം 3:5 ഇങ്ങനെ പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൽ സമർപ്പിച്ചപ്പോൾ അവർക്ക് അത്രയും നല്ല മറുപടി ദൈവകൃപയാൽ കിട്ടി. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ നല്ല ദൈവം ആൾക്കാരിൽ കൂടെ നമ്മളോട് സംസാരിക്കും.
പാസ്റ്റേഴ്സിൽ കൂടെ നമ്മളോട് സംസാരിക്കും, കൂട്ടുകാരിൽ കൂടെ നമ്മളോട് സംസാരിക്കും, നമ്മൾ വചനം വായിക്കുമ്പോൾ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. എന്നിട്ട് നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ദൈവം ഗൈഡ് ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ആശ്രയിക്കുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നത് വിട്ടുകളയരുത്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ മടി കാണിക്കരുത്. അൺറിലയബിൾ സോഴ്സിലൊന്നും പോയി സഹായത്തിനായിട്ട് ചോദിക്കരുത്. ലെറ്റ് ഗോഡ് ബി യുവർ എവറിത്തിങ്. ഇഫ് ഹി ഡിഡ് ഇറ്റ് ഫോർ മെനി, ഹി വിൽ ഡു ഇറ്റ് ഫോർ യു ഓൾസോ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെക്കുറിച്ച് കർത്താവേ നിരൂപിക്കുന്ന നിരൂപണങ്ങളൊക്കെ നന്മയ്ക്കായിട്ടാണ്, ഒന്നും തിന്മയ്ക്കായിട്ടല്ല. ഇന്നിപ്പോൾ കാറ്റ് കാണുന്നില്ല, മഴയും കാണുന്നില്ല, എങ്കിലും ഈ താഴ്വരയിൽ കുഴികൾ വെട്ടി ഇനി കുഴികൾ വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞതുപോലെ നിൻ്റെ വാഗ്ദത്ത വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയാക്കുമാറാണ്. കർത്താവിൻ്റെ കൃപ എല്ലാവരെയും പൊതിഞ്ഞ് സൂക്ഷിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ്